ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം പെസഹ വ്യാഴം കൊണ്ടാടുകയാണ്. പെസഹ വ്യാഴാഴ്ച വൈകിട്ട് ഈശോയുടെ അന്ത്യത്താഴത്തിൽ നമ്മൾ പങ്കുചേരാൻ നമ്മൾ ഒരുമിച്ച് കൂട്ടപ്പെടുകയാണ്. ഈശോനാഥൻ തൻ്റെ ശിഷ്യന്മാരെ ഒരുമിച്ച് കൂട്ടി സഖിയൻ ഊട്ടുശാലയിലേക്ക് പോയി. അവിടെ അവരോടൊത്ത് അന്ത്യത്താഴത്തിലിരുന്നു. കർത്താവ് അവരോട് പറഞ്ഞു, നിങ്ങളോട് ചേർന്ന് ഈ ഭക്ഷണം കഴിക്കാൻ ഞാൻ അതിയായി ആഗ്രഹിക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ പരിശുദ്ധ ജീവിതത്തിൽ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഈശോയുടെ പീഡാനുഭവത്തിന് മുമ്പ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ ഒരുമിച്ച് കൂട്ടിയ അനുഭവമാണ് ഈ പെസഹ വ്യാഴാഴ്ച നമ്മൾ ആഘോഷിക്കുന്നത്. കർത്താവ് നമ്മളെ ഒരുമിച്ച് കൂട്ടുക. ബൈബിളിൽ പറയുന്നുണ്ട്, രക്ഷ എന്ന് പറഞ്ഞാൽ ദൈവത്താൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന അനുഭവമാണ്. പ്രവാചകന്മാരിലൂടെ എല്ലാം ദൈവം അത് പറയുന്നുണ്ട്. ചിതറിക്കിടക്കുന്ന എല്ലായിടത്തു നിന്നും ഞാൻ നിങ്ങളെ ഒരുമിച്ച് കൂട്ടും. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിനാൽ നമ്മൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന രാത്രിയാണിത്. അങ്ങനെ കർത്താവിനോട് ചേർന്നിരുന്ന് കർത്താവിൻ്റെ അന്ത്യത്താഴത്തിൽ പങ്കുചേർന്ന് കർത്താവിൻ്റെ സ്നേഹം നുകരാനും അവിടുത്തെ വചനം ശ്രവിക്കുവാനും അവിടുന്നാൽ കഴുകപ്പെടാനും അവിടുത്തെ ശരീരവും രക്തവും അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെ രൂപത്തിൽ ഉൾക്കൊള്ളുവാനും, പ്രിയപ്പെട്ടവരെ, ആ കർത്താവിനോട് ചേർന്ന് മറ്റുള്ളവരുടെ പാദം കഴുകുവാൻ ഇറങ്ങിത്തിരിക്കുവാനും, കർത്താവിനോട് ചേർന്ന് പൂങ്കാവനത്തിലേക്ക് പോയി അവിടെ ഇരുന്ന് ഹൃദയം തുറന്ന് ഈശോയോട് ചേർത്ത് പ്രാർത്ഥിക്കുവാനും നമ്മൾ ഈ രാത്രിയിൽ ക്ഷണിക്കപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ രാത്രി ഓർമ്മയുടെ ദിവസമാണ്. ഈശോ തൻ്റെ ശിഷ്യന്മാരോടൊത്ത് കഴിച്ച ആ അന്ത്യത്താഴത്തിൻ്റെ ഓർമ്മ മാത്രമല്ല, പിന്നെയോ ഇത് പെസഹ എന്നുള്ള രീതിയിൽ ഇസ്രയേൽക്കാർ ഈജിപ്തിൽ നിന്നും മോചനം പ്രാപിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം അവരാഘോഷിച്ച പെസഹ ഇന്നും അവർ തുടരുക. ആ പെസഹ ആഘോഷം ഈജിപ്തിൽ നിന്നും പുറത്തേക്ക് നയിക്കപ്പെട്ട, അത് കഴിഞ്ഞ് വാഗ്ദത്ത ഭൂമിയിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ട അനുഭവമാണ് പ്രിയപ്പെട്ടവരെ ഈ പെസഹായിലൂടെ. അങ്ങനെ ഒരു പുറപ്പാട് അനുഭവത്തിൻ്റെ ഓർമ്മയും അനുഷ്ഠാനവും അനുഭവിക്കലുമാണ്. അതിൽ നിന്ന് ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ദൈവത്താൽ നമ്മൾ സ്വതന്ത്രരാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. എല്ലാ അടിമത്തത്തിൽ നിന്നും മോചനം പ്രാപിച്ച് നമുക്ക് സ്വാതന്ത്ര്യത്തിലേക്ക്, ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരുവാൻ നമ്മൾ വിളിക്കപ്പെടുന്നു എന്നുള്ള അനുഭവമാണ് പ്രിയപ്പെട്ടവരെ ഈ രാത്രിയിൽ. പെസഹ എന്ന് പറഞ്ഞാൽ കടന്നുപോക്ക് എന്നാണ് അർത്ഥം. സംഹാരദൂതൻ നമ്മുടെ ഭവനങ്ങളെല്ലാം കടന്നു പോകുക. കാരണം നമ്മളൊക്കെ കർത്താവിൻ്റെ തിരുരക്തത്താൽ തളിക്കപ്പെട്ടവരാണ്. കുഞ്ഞാടിൻ്റെ രക്തം തളിക്കപ്പെട്ട ആ ഭവനങ്ങളെ സംഹാരദൂതൻ കടന്നുപോയതുപോലെ നമ്മിൽ നിന്ന് എല്ലാത്തരം സംഹാരദൂതൻ കടന്നു പോകുന്ന അനുഭവം. കാരണം നമ്മൾ കർത്താവിനാൽ, കർത്താവിൻ്റെ തിരുരക്തത്താൽ, കർത്താവിൻ്റെ സാന്നിധ്യത്താൽ നിറയപ്പെട്ടവരാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ നമ്മൾ വായിച്ച് കേൾക്കുന്നത് ഈ പെസഹ അനുഭവത്തെക്കുറിച്ചാണ്. ഇസ്രായേൽക്കാരോട് ദൈവം പറയുക, നിങ്ങൾ പെസഹ ആഘോഷിക്കണം. അത് എങ്ങനെയെന്നെല്ലാം അവിടെ പറയുന്നുണ്ട്. അവരെല്ലാവരും ഒരുമിച്ച് കൂടും. ഒരു ഭവനത്തിൽ ഒരുമിച്ച് കൂടിയിട്ട് എന്നിട്ട് അവരവിടെ കഥ പറയും. നമ്മൾ ഒരു നാൾ അടിമകളായിരുന്നു നമ്മുടെ പൂർവ്വപിതാക്കൾ. ദൈവം പ്രത്യേകമായിട്ട് ഇടപെട്ട് നമ്മളെ അവിടെ നിന്നും മോചിപ്പിച്ചു. ആ മോചിപ്പിച്ചതിൻ്റെ ഒരനുഭവം അത് നിരന്തരം നമ്മുടെ ഓർമ്മയാകണം. അത് നിരന്തരം നമ്മളെ പ്രചോദിപ്പിക്കണം. നമ്മുടെ ജീവിതത്തിൽ വരാവുന്ന എല്ലാത്തരം അടിമത്തങ്ങളിൽ നിന്ന് മോചനം പ്രാപിച്ച് ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തോടെ സ്നേഹം നിറഞ്ഞവരായി, ജീവൻ നിറഞ്ഞവരായി, സമാധാനം നിറഞ്ഞവരായി, കൃപ നിറഞ്ഞവരായി, പ്രിയപ്പെട്ടവരെ, പരസ്പരം പങ്കുവെച്ചും ശുശ്രൂഷിച്ച് നമ്മൾ മുന്നേറണം എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ പെസഹ വ്യാഴാഴ്ച. ദൈവമേ, അനുഗ്രഹത്തിൻ്റെ പാനപാത്രമെടുത്ത്
ഞാൻ അങ്ങേ എന്നും സ്തുതിക്കുമെന്ന് പറഞ്ഞിട്ട് പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സങ്കീർത്തനം നമ്മൾ രണ്ടാമത്തെ വായനയിലേക്ക് നോക്കുമ്പോഴോ ഈശോയുടെ ആ അന്ത്യത്താഴത്തെക്കുറിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ ഓർമ്മപ്പെടുത്തുക. പ്രിയപ്പെട്ടവരെ, സമവീക്ഷണ സുവിശേഷങ്ങളിൽ മത്തായിയുടെയും മർക്കോസിൻ്റെയും ലൂക്കായുടെയും സുവിശേഷങ്ങളിൽ മാത്രമല്ല കർത്താവിൻ്റെ ഈ അന്ത്യത്താഴത്തിൻ്റെ വിവരണമുള്ളത് കൊരിന്ത്യക്കാർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനത്തിലുമുണ്ട്. ആ ലേഖനത്തിൽ നിന്നാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഒരു വിധത്തിൽ ആദ്യം എഴുതപ്പെട്ട ഈ അന്ത്യത്താഴത്തിൻ്റെ വിവരണമാണ് ഇന്നത്തെ രണ്ടാമത്തെ വായനയിലുള്ളത്. എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്യണം, അല്ലെങ്കിൽ ഇത് ചെയ്ത് നിങ്ങൾ നിരന്തരം ഓർമ്മിക്കണം. എന്താ ചെയ്യേണ്ടത്? അന്ത്യത്താഴ സമയത്ത് കർത്താവ് പ്രിയപ്പെട്ടവരെ അപ്പം എടുത്ത് വാഴ്ത്തി പറയുകയാണ്, ഇതെൻ്റെ ശരീരമാണ് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരം. വീഞ്ഞു വാഴ്ത്തിയിട്ട് പറയാണ്, ഇതിൽ നിന്ന് നിങ്ങൾ പാനം ചെയ്യണം, ഇതെൻ്റെ രക്തമാണ് നിങ്ങൾക്ക് വേണ്ടി ചൊരിയപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തം. നിരന്തരം ഓർക്കാൻ, നിരന്തരം കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ, നിരന്തരം കർത്താവിൻ്റെ സ്നേഹം നുകരാൻ, തന്നെ നമുക്കായി തന്നുകൊണ്ട് ഒരു വിധത്തിൽ തന്നെ ഒരു അപ്പം പോലെ കടിച്ചു തിന്നാൻ തക്കവണ്ണം, വീഞ്ഞു പോലെ നുണഞ്ഞിറക്കാൻ തക്കവണ്ണം നമുക്ക് വേണ്ടി ആയിത്തീർന്ന, നമുക്ക് ജീവൻ തരാൻ വേണ്ടി തൻ്റെ ജീവനെ ത്യജിച്ച ആ ഈശോയെയാണ് പ്രിയപ്പെട്ടവരെ ഓരോ ദിവ്യകുർബാനയിലും നമ്മൾ അനുഭവിക്കുന്നത്. ഈശോനാഥൻ ദിവ്യകുർബാന സ്ഥാപിച്ചതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് പ്രിയപ്പെട്ടവരെ ഈ പെസഹ വ്യാഴാഴ്ച. അതുകൊണ്ട് തന്നെ ഇത് പ്രത്യേകമായ ദിവസമാണ്. ഇന്ന് നമ്മൾ ഈ ബലി അർപ്പിക്കുമ്പോൾ കർത്താവ് ആദ്യം അർപ്പിച്ച ബലി നമ്മുടെ ശ്രദ്ധയിൽ വരികയാണ്. കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് ബോധപ്പെടാം, കർത്താവിൻ്റെ സ്നേഹം നമുക്ക് ബോധപ്പെടാം, കർത്താവിൻ്റെ ത്യാഗം നമുക്ക് ബോധപ്പെടാം, കർത്താവ് സാധിച്ച രക്ഷ നമുക്ക് ബോധപ്പെടാം, കർത്താവ് സ്ഥാപിച്ച പുതിയ ഉടമ്പടിയെ പ്രിയപ്പെട്ടവരെ നമുക്ക് ബോധപ്പെടാം. ആ രീതിയിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെയും ക്രൈസ്തവ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായ ദിവ്യകുർബാനയെ ഓർത്ത് അനുഭവിക്കുവാൻ, അത് ജീവിക്കുവാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ വിളിക്കപ്പെടുന്നു ഈ രാത്രിയിൽ. നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിലേക്ക് നോക്കുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നത്, അവിടെ പ്രിയപ്പെട്ടവരെ കർത്താവ് അന്ത്യത്താഴ സമയത്ത് കുർബാന സ്ഥാപിച്ച സംഭവമല്ല പറയുന്നത്. കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ പാദം കഴുകിയ കാര്യമാണ് പറയുന്നത്. ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല എന്ന് പത്രോസിനോട് കർത്താവ് പറയുന്നുണ്ടല്ലോ. ഒരു വിധത്തിൽ കർത്താവിനാൽ കഴുകപ്പെടുന്ന അനുഭവമല്ലേ നമ്മുടെയൊക്കെ ജ്ഞാനസ്നാനം. ആ ജ്ഞാനസ്നാന അനുഭവത്തിലൂടെയല്ലേ ഈ അന്ത്യത്താഴ വിരുന്നിലേക്ക്, കൂട്ടായ്മയിലേക്ക് പ്രിയപ്പെട്ടവരെ നമുക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കുക. ആ രീതിയിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് ഒരു വിധത്തിൽ കർത്താവിനാൽ കഴുകപ്പെടാം. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഈ അന്ത്യത്താഴത്തിൻ്റെ വിവരണമില്ല, കർത്താവ് കുർബാന സ്ഥാപിച്ച ആ സംഭവത്തിൻ്റെ വിവരണമില്ല. നമുക്ക് അത്ഭുതം തോന്നാം. കാരണമുണ്ടല്ലോ, യോഹന്നാൻ്റെ സുവിശേഷം ഈ ദിവ്യകുർബാനയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. യോഹന്നാൻ്റെ സുവിശേഷം മുഴുവനും ദിവ്യകുർബാനയുടെ അനുഭവത്തെക്കുറിച്ച് പറയുക. പ്രത്യേകിച്ച് 6-ാമത്തെ അധ്യായത്തിൽ അതിനെ യൂക്കരിസ്റ്റിക് ഡിസ്കോഴ്സ് എന്ന് പറയുക. കുർബാനയെക്കുറിച്ചുള്ള കർത്താവിൻ്റെ പ്രധാനപ്പെട്ട പ്രഭാഷണം. ഈശോ 5 അപ്പം കൊണ്ട് 5000 വരെ തീറ്റിപ്പോറ്റിയിട്ട് പ്രിയപ്പെട്ടവരെ കർത്താവ് ശിഷ്യന്മാരെ അടുത്തിരുത്തി അവരോട് പറയുക ഈ കുർബാനയെക്കുറിച്ച്. നിങ്ങൾ എൻ്റെ ശരീരം ഭക്ഷിക്കണം, എൻ്റെ രക്തം പാനം ചെയ്യണം. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാ, പിതാവായ ദൈവം നിങ്ങൾക്ക് തരുന്ന യഥാർത്ഥ മന്നായാണ് ഞാൻ, ഈശോ പറയുന്ന പ്രിയപ്പെട്ടവരെ. ഇപ്പം നമ്മൾ ഇന്ന് പ്രത്യേകിച്ചും ഈ യോഹന്നാൻ്റെ സുവിശേഷം ഈ 6-ാമത്തെ അധ്യായം കൂടെ വായിക്കാനായിട്ട് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. എന്നാൽ അതിൻ്റെ സ്ഥാനത്ത് യോഹന്നാൻ അവതരിപ്പിക്കുന്നത് ഈശോ തൻ്റെ ശിഷ്യന്മാരുടെ പാദം കഴുകിയ അനുഭവമാണ്. അത് ഒരു വിധത്തിൽ ഈശോയുടെ നേതൃത്വത്തെ ബോധപ്പെടുത്തുക. ക്രൈസ്തവ നേതൃത്വം എങ്ങനെയുള്ളതായിരിക്കണം? ഈശോ പറയുന്നുണ്ട് മർക്കോസിൻ്റെ സുവിശേഷം 10-ാമത്തെ അധ്യായം 45-ാമത്തെ വാക്യത്തിൽ, മനുഷ്യപുത്രൻ വന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കുവാനും തൻ്റെ ജീവൻ അനേകർക്ക് മോചനദ്രവ്യമായി നൽകാനും അത്രേ. അതിനെ സാക്ഷാത്കരിക്കുന്ന രീതിയിലാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ പാദം കഴുകുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവേ എൻ്റെ പാദം മുഴുവനും അല്ല എന്നെ മുഴുവനും കഴുകണമേ. പത്രോസിനെ പോലെ നമുക്ക് പറയാം. കർത്താവ് നമ്മെ കഴുകട്ടെ, നമ്മിലെ മാലിന്യങ്ങളെല്ലാം അകറ്റി കളയട്ടെ.
നമ്മുടെ പാപത്തിൽ നിന്നെല്ലാം നമ്മളെ വിമുക്തമാക്കട്ടെ, നമ്മളെ തിന്മയിൽ നിന്നെല്ലാം നമ്മളെ മോചിപ്പിക്കട്ടെ. ആ രീതിയിൽ പ്രിയപ്പെട്ടവരെ, കർത്താവിനാൽ കഴുകപ്പെട്ടവരായി മുന്നേറുവാൻ നമ്മൾ പ്രത്യേകമായിട്ട് വിളിക്കപ്പെടുക. ഈ അന്ത്യത്താഴ സമയത്ത് കർത്താവ് ഈ യോഹന്നാൻ്റെ സുവിശേഷം 13-ാമത്തെ അധ്യായത്തിൽ 34-ാം വാക്യത്തിൽ കർത്താവ് പുതിയ കൽപ്പന അവതരിപ്പിക്കുന്നുണ്ട്. ആ പുതിയ കൽപ്പന നൽകിയ അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ ഇംഗ്ലീഷ് ഭാഷയിൽ ഈ ദിനത്തെ മൗണ്ടി തേഴ്സ്ഡേ എന്ന് പറയുന്നത്. മന്ദാത്തും എന്നുള്ള ലത്തീൻ പദത്തിൽ നിന്നാണ് ഈ മൗണ്ടി തേഴ്സ്ഡേ എന്നുള്ള പദം വരുന്നത്. കൽപ്പന എന്നുള്ള അർത്ഥമാണത്. മന്ദാത്തും എന്ന് പറഞ്ഞാൽ ഇത് കർത്താവിൻ്റെ പ്രധാനപ്പെട്ട കൽപ്പനയാണ്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഒരു വിധത്തിൽ പഴയ നിയമത്തിലെ 10 കൽപ്പനകളുടെ കൂടെ 11-ാമത്തെ കൽപ്പന അല്ല, ആ 10 കൽപ്പനയും കൂടെ ഒറ്റ കൽപ്പനയിൽ ഒതുക്കി ഈശോ അവതരിപ്പിക്കുക. ഞാൻ നിന്നെ സ്നേഹിച്ചു. ആ സ്നേഹത്താൽ നീ നിറയണം, ആ സ്നേഹത്തിൽ നീ പരിവർത്തനപ്പെടണം, ആ സ്നേഹത്താൽ മറ്റുള്ളവരെ സ്നേഹിക്കാൻ നീ തയ്യാറാകണം. നിൻ്റെ ജീവിതം പ്രിയപ്പെട്ടവരെ ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന ഒരു അനുഭവമാണ്. ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് ഏവരെയും സ്നേഹിക്കുന്ന അനുഭവമാണ്. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടപ്പോൾ അവിടെ 3 സ്നേഹം. 1 ദൈവത്തോടുള്ള സ്നേഹം, അല്ലെ ദൈവത്തിൻ്റെ സ്നേഹം. 2 എന്നോട് തന്നെയുള്ള സ്നേഹം. ദൈവം എന്നെ സ്നേഹിക്കുന്നതിനാൽ ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുന്നു, എന്നെ തന്നെ വിലമതിക്കുന്നു. എനിക്ക് വേണ്ടി കർത്താവ് തൻ്റെ ജീവൻ പോലും വിലയായി നൽകിയതിനെക്കുറിച്ച് ബോധപ്പെടുന്നു. എന്നിട്ട് ആ കർത്താവിൻ്റെ സ്നേഹത്താൽ പൂരിതമായി എൻ്റെ വാക്കും പെരുമാറ്റവും പ്രവർത്തനവും ബന്ധങ്ങളുമെല്ലാം ആ സ്നേഹത്താൽ പ്രചോദിതമായി പ്രിയപ്പെട്ടവരെ ജീവിക്കുവാൻ തയ്യാറാകുമ്പോഴാണ് ഞാൻ ഈശോയുടെ യഥാർത്ഥ ശിഷ്യനാവുക, ഞാൻ യഥാർത്ഥ ക്രൈസ്തവനായി മാറുക. പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിൽ ഈ അന്ത്യത്താഴം കഴിഞ്ഞിട്ട് കർത്താവ് പൂങ്കാവനത്തിലേക്ക് പോകുന്നുണ്ട്. ആ പൂങ്കാവനത്തിൽ പോയി കർത്താവ് ഹൃദയം തുറന്നൊന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. തൻ്റെ ശിഷ്യന്മാരെ, ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യന്മാരെ തൻ്റെ ഏറ്റവും അടുത്തേക്ക് വിളിച്ചിട്ട് എന്നോടുകൂടി ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിനെന്ന് കർത്താവ് ആവശ്യപ്പെടുന്നുണ്ട്. പ്രലോഭനത്തിൽ അകപ്പെട്ടു പോകാതെ, പരാജയപ്പെട്ടു പോകാതിരിക്കാൻ നീ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിനെന്ന് കർത്താവോട് പറയുന്നുണ്ട്. അങ്ങനെ പ്രാർത്ഥിക്കുവാൻ വേണ്ടിയുള്ള രാത്രി കൂടെയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ രാത്രി. ഇന്ന് ദേവാലയ ശുശ്രൂഷകളുടെ പൂർത്തീകരണമായി പ്രിയപ്പെട്ടവരെ ആരാധന നടത്തപ്പെടും. ആ കർത്താവിനോട് ചേർന്ന് പൂങ്കാവനത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരനുഭവത്തിലേക്ക് നമുക്ക് കടന്നു വരാം. 1 മണിക്കൂർ നേരമെങ്കിലും കർത്താവിനോടൊത്ത് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാം നമുക്ക്. അങ്ങനെ ദൈവത്തിൻ്റെ ശക്തിയാൽ നമുക്ക് നിറയപ്പെടാം. അങ്ങനെ കർത്താവിൻ്റെ കൂടെ നമുക്കായിരിക്കാം. അങ്ങനെ പ്രിയപ്പെട്ടവരെ, കർത്താവിനാൽ പൂരിതരായി, കർത്താവിൻ്റെ സ്നേഹത്താൽ പൂരിതരായി, കർത്താവിൻ്റെ വചനത്താൽ പഠിപ്പിക്കപ്പെട്ട്, കർത്താവിൻ്റെ ചൈതന്യത്താൽ നിറഞ്ഞ്, കർത്താവിൻ്റെ അനുഗ്രഹം ഉൾക്കൊണ്ട് നമുക്ക് ലോകത്തിൽ കർത്താവിന് സാക്ഷ്യം വഹിച്ച് ജീവിക്കാം. നിങ്ങൾക്കെല്ലാവർക്കും ഈ സുദിനത്തിൻ്റെ എല്ലാ മംഗളങ്ങളും ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. കടന്നുപോക്കിൻ്റെ ഈ രാത്രിയിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മിലെ തിന്മകളിൽ നിന്ന് നന്മയിലേക്ക് കടന്നു വരാം, നമ്മിലെ പാപത്തിൽ നിന്ന് പുണ്യത്തിലേക്ക് കടന്നു വരാം, നമ്മിലെ ദുഃഖത്തിൽ നിന്ന് സന്തോഷത്തിലേക്ക് കടന്നു വരാം. നമുക്ക് ഒരു കടന്നുപോക്ക്. അതേപോലെ ഓർമ്മയുടെ ഈ രാത്രിയിൽ നമുക്ക് ഓർക്കാം, ദൈവം നമുക്ക് എന്തെല്ലാം ചെയ്തു എന്ന് നമുക്ക് ഓർക്കാം. എന്നിട്ടുണ്ടല്ലോ, മറ്റുള്ളവർ നമുക്ക് എതിരെ എന്ത് ചെയ്തു അതെല്ലാം അങ്ങോട്ട് വിസ്മരിക്കാം. കർത്താവ് നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നോർക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇതുവരെ ഓർമ്മയിൽ താലോചിച്ച നെഗറ്റീവായിട്ടുള്ള ഓർമ്മകളെല്ലാം അങ്ങോട്ട് വിട്ടുകളയാം. നമുക്ക് ഈ രാത്രിയിൽ കർത്താവിനോടൊത്ത് അന്ത്യത്താഴത്തിൽ പങ്കുചേർന്ന് നമുക്ക് നമ്മുടെ ദിവ്യകുർബാന ആസ്വദിക്കാം. ദിവ്യകുർബാനയിലൂടെ എങ്ങനെ നമ്മൾ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നുവെന്ന്, ദിവ്യകുർബാനയിലൂടെ നമ്മൾ എങ്ങനെ കർത്താവിൻ്റെ നമ്മുടെ പാദം പോലും കഴുകുന്ന സ്നേഹം, ആ എളിയപ്പെടുന്ന സ്നേഹം, വിട്ടുതരുന്ന സ്നേഹം നമുക്ക് അനുഭവിക്കാനായിട്ട് തയ്യാറാകാം. കർത്താവിൻ്റെ സ്വരം കേട്ട്, കർത്താവിൻ്റെ കൽപ്പന ഉൾക്കൊണ്ട്, ആ കർത്താവ് തരുന്ന പുതിയ കൽപ്പന പാലിച്ചുകൊണ്ട് നമുക്ക് യഥാർത്ഥ ക്രൈസ്തവരായി യേശു ശിഷ്യരായി നമുക്ക് ജീവിക്കാം. അങ്ങനെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ രാത്രി നമുക്കെല്ലാം വലിയ അനുഗ്രഹത്തിൻ്റെ ഒരു അനുഭവമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് നമ്മെ കൂടുതൽ ശക്തിപ്പെടുത്തട്ടെ, നമ്മളെ പ്രചോദിപ്പിക്കട്ടെ. ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കാൻ, ഈശോയോട് ചേർന്ന് ജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും പ്രാപ്തരാക്കട്ടെ. ദൈവാനുഗ്രഹം ഏവർക്കും ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. പെസഹ വ്യാഴാഴ്ചയുടെ
മംഗളങ്ങളും അനുഗ്രഹങ്ങളും ഏറ്റവും ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.